ഇടതുപക്ഷം വിടാമെന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകയോ പ്രവർത്തകനോ തീരുമാനമെടുത്താൽ പിന്നീട് അങ്ങോട്ട് നിരന്തരം വെട്ടുകിളി ആക്രമണം നേരിടേണ്ടി വരും. ഒടുവിൽ ഐഷ പൂറ്റിയുടെ വിഷയത്തിൽ വരെ ആ പ്രവണത കണ്ടതാണ്. അത്തരത്തിൽ ദിനംപ്രതി CPM സൈബർ കീടങ്ങളുടെ വ്യക്തിഹത്യയ്ക്ക് ഇരയാകേണ്ടി വരുന്ന ആളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കാലങ്ങളായി CPIയുടെ ഉറച്ച പ്രവർത്തകയായി വർത്തിച്ചിരുന്ന ആളാണ് ശ്രീനാദേവി. മലപ്പുറം CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന PP സുനീറിനെതിരെ ശ്രീനാദേവി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളാണ് പിന്നീട് അവരുടെ രാഷ്ട്രീയ കൂടുമാറ്റത്തിന്റെ പ്രധാന കാരണമായി മാറിയത്. ശ്രീനാദേവിയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് പാർട്ടി കണ്ടെത്തിയെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊള്ളാതെ അഴിമതി ആരോപകനെ വീണ്ടും ഉന്നത സ്ഥാനങ്ങളിൽ തന്നെ കുടിയിരുത്തുകയായിരുന്നു. ആദർശം പറയുന്ന പാർട്ടി അത് പ്രവൃത്തിയിൽ കാണിക്കാതെ വന്നപ്പോഴാണ് നേതൃത്വത്തിൽ ശ്രീനാദേവി അസംതൃപ്തിയാവാൻ തുടങ്ങിയത്. തന്റെ അന്തസ്സിന് വില നൽകാത്ത ഒരിടത്ത് തുടരുന്നത് അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ശ്രീനാദേവി കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറുന്നത്. CPI വിട്ട് കോൺഗ്രസിൽ സ്വന്തമായി ഒരു സ്ഥാനം കണ്ടെത്തിയതിനും രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ രാഹുലിന് അനുകൂലമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചതിനും നിരന്തരം സൈബർ മാധ്യമ വേട്ടയാടലുകൾക്ക് ഇരയാവുകയാണ് ശ്രീനാദേവി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയം മുതൽക്കേ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ സ്വീകരിച്ചു പോകുന്നത്. ഒടുവിൽ മൂന്നാമതൊരു ആരോപണം വന്ന് ജാമ്യം ലഭിക്കാതെ കസ്റ്റഡിയിൽ തുടരുന്ന രാഹുലിന്റെ കാര്യത്തിൽ ചാഞ്ചല്യമില്ലാത്ത നിലപാട് ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുകയാണ് ശ്രീനാദേവി ഇപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പലതും രാഷ്ട്രീയ പ്രേരിതവും വ്യക്തിപരമായ പകപോക്കലുമാണെന്നാണ് അവർ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മറ്റു ചില നിർണായക വെളിപ്പെടുത്തലുകളും സ്വന്തം നിലപാടും പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി രംഗത്തെത്തിയത്. രാഹുലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച നടി റിനിയാൻ ജോർജിന്റെ വെളിപ്പെടുത്തലുകളിലെ വൈരുദ്ധ്യങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ശ്രീനാദേവി ഇന്റർവ്യൂവിൽ കസറിയത്. രാഹുലിനെ പരിചയപ്പെട്ട് വെറും 24 മണിക്കൂറിനുള്ളിൽ തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുന്ന നടി പിന്നീട് മാസങ്ങൾക്ക് ശേഷം അർദ്ധരാത്രി 12:28 എന്തിനാണ് രാഹുലിനെ വീഡിയോ കോൾ ചെയ്തതെന്ന് ശ്രീനാദേവി ചോദിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാൽ അവിടെ ആ ബന്ധം അവസാനിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ നടന്നത് മറ്റൊന്നാണ്. രാഹുലിനെ നിരന്തരം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയക്കുകയും ചെയ്തത് ഇതേ നടിയാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ശ്രീനാദേവി നടത്തുന്നത്. ഇത് കൃത്യമായ മാനിപ്പുലേഷൻ ആണെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ അടിവരയിട്ട് പറയുന്നു. ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റുകളിലേക്ക് രാഹുലിനെ ക്ഷണിച്ച നടി പിന്നീട് താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടായ മോഹഭംഗവും നിരാശയുമാണോ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന സംശയമാണ് ശ്രീനാദേവി ഉന്നയിക്കുന്നത്. രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിൽ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള വ്യക്തിയാണ്. രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിലുള്ള ഈ സെലിബ്രിറ്റി ഇമേജും ജനപ്രീതിയും പലരിലും ആരാധനയും പ്രണയവും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ തോന്നിയ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അത് നിരസിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിൽ പകപോക്കാനുള്ള അവസരമായി മാറ്റിയെടുത്തതായിരിക്കാം എന്ന സംശയമാണ് ശ്രീനാദേവി പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ വരുമ്പോൾ പകപോക്കാനായ ആ പെൺകുട്ടി തെരഞ്ഞെടുത്ത വഴിയായിരുന്നു ഇതിന്റെയൊക്കെ തുടക്കമെങ്കിൽ അത് വളരെ തരം താണുപോയി എന്നും ശ്രീനാദേവി കുറ്റപ്പെടുത്തി. പ്രണയം നിരസിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന അതേ ക്രിമിനൽ ചിന്താഗതി തന്നെയാണ് രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലുമെന്ന് ശ്രീനാദേവി പറഞ്ഞു. രാഹുലിനെതിരെ നടക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. റിപ്പോർട്ടർ TV പോലുള്ള മാധ്യമങ്ങൾ ഇതിനായി വലിയ അജണ്ടകൾ തയ്യാറാക്കുന്നുണ്ട്. തന്നെ വിളിച്ച് രാഹുലിന്റെ ഇരയായി ചമയാൻ ഒരു മാധ്യമ പ്രവർത്തക ആവശ്യപ്പെട്ടതടക്കം ചതിയുടെ ഭാഗമാണെന്നും ശ്രീനാദേവി വെളിപ്പെടുത്തി. രാഹുലിനെതിരെ മൊഴി നൽകാൻ തന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാൻ താൻ തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെയാണ് ശ്രീനാദേവി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. രാഹുലിനെതിരെ പരാതിയുമായി വന്ന അതിജീവിതമാരെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല, അത് കോടതി തീരുമാനിക്കട്ടെ. എന്നാൽ ഒരു നടി മുൻനിര പോരാളിയായി വന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടണം എന്ന ആവശ്യമാണ് ശ്രീനാദേവി ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും തകർക്കാനുള്ള ശ്രമമാണ് ഇതെന്നും ശ്രീനാദേവി ആരോപിച്ചു. രാഹുലിന്റെ അമ്മയും സഹോദരിയും അനുഭവിക്കുന്ന മാനസിക വിഷമം ആരും കാണുന്നില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ താൻ ബാധ്യസ്ഥയാണ്. രാഹുലിന്റെ വീട് തന്റെ വോട്ടർമാരുടെ പരിധിയിലാണ്. അവിടെ പോലീസ് കാവലും മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും കാരണം ആ കുടുംബം അനുഭവിക്കുന്ന ട്രോമ വിവരിക്കാനാവാത്തതാണെന്നും ശ്രീനാദേവി പറഞ്ഞു. അന്താരാഷ്ട്ര ഭീകരനെ പിടികൂടാൻ വരുന്ന സന്നാഹത്തോടെ അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രതികാരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള താല്പര്യമാണ് ഇതിന് പിന്നിലെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിക്കുന്നു. സ്ത്രീപക്ഷ നിലപാടുകൾ എന്നത് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനുള്ള ആയുധമാക്കരുത്. ആരുടെയൊക്കെയോ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു യുവ നേതാവിനെ ബലി കൊടുക്കാൻ സമ്മതിക്കില്ല.
വ്യക്തമായ തെളിവുകളുടെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത്. തന്നെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് വഴി വായടപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന താക്കീതും അവർ നൽകി. ഇത്തരം മാധ്യമ വേട്ടയാടലുകളെയും സൈബർ ആക്രമണങ്ങളെയും അതിജീവിച്ച് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ആദർശം പണയപ്പെടുത്തിയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അന്തസ്സുള്ള നിലപാടുകളുമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം മുന്നോട്ടു പോകുമെന്നും അവർ കൂട്ടിച്ചേർത്തു.